ഷിർക്കും വിശ്വാസത്തിലുള്ളതാണ്, കർമ്മത്തിലുള്ളതല്ല. ഇത് മനസ്സിലായ നിങ്ങൾക്ക്? ഒരു സഹോദരൻ ഇതിനിപ്പോ നിങ്ങൾക്ക് തീർന്നോ ഈ സംശയം? ഇത് തീർന്നോ? അദ്വാഹു വല്ലിബാന്റെ തത്വം തീർന്നോ? വേറെ സംശയം. ഇപ്പൊ ഞാൻ ഒരു വണ്ടി ആക്സിഡന്റിലേക്ക് വിടുവാണ്. ഞാൻ ഒരു വണ്ടി ആക്സിഡന്റ് വിടുവാന്ന് വെച്ചോ. ഞാൻ അപ്പൊ ബദരീങ്ങളെ രക്ഷിക്കണേന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ അല്ലെങ്കിൽ എന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞ ബദരീങ്ങളെ രക്ഷിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടിയാണെങ്കിൽ അത് ശിർക്കാവൂ? ഇല്ല, ശിർക്കാവൂല. ഇല്ല. ബദരീങ്ങൾ സ്വയം രക്ഷിക്കാൻ കഴിവുള്ള ദൈവങ്ങളാണ് എന്ന് വിശ്വസിച്ചാലേ ശിർക്കാവുള്ളൂ. നിങ്ങളിപ്പോ പഠിച്ചല്ലോ ശിർക്ക്. ശിർക്ക് എന്നാൽ ഒന്നുകിൽ അള്ളാഹുവിന് തുല്യമായി മറ്റൊരു ദൈവത്തെ വിശ്വസിക്കുക, അല്ലെങ്കിൽ അള്ളാഹുവിന് ആരാധനക്ക് അർഹതയുള്ളതുപോലെ മറ്റാർക്കെങ്കിലും ആരാധനക്ക് അർഹതയുണ്ട് എന്ന് വിശ്വസിക്കുക. അതിങ്ങനെ ബദരീങ്ങളെ എന്ന് വിളിച്ച ആൾക്കില്ലല്ലോ, ഉണ്ടോ? ബദരീങ്ങൾ സഹായിക്കുമെന്നുള്ളതിൽ വിളിച്ചാൽ അത് ശിർക്കാവൂല. നിങ്ങളെ വേറൊരാൾ സഹായിക്കുന്ന വിളിച്ചാൽ ശിർക്കാവോ? ഇപ്പൊ നമ്മുടെ നേരിട്ട് ഡയറക്റ്റ് ആയിട്ടാണില്ലേ? നേരിട്ടാണെങ്കിൽ അള്ളാന്റെ സഹായോ അയാളെ സഹായോ? നേരിട്ടാണെങ്കിൽ നിങ്ങളെ സഹായിക്കുന്ന അടുത്തുള്ള ആളുടെ സഹായമോ അതല്ല അള്ളാന്റെ സഹായോ? ഇപ്പൊ ഏത് മതസ്ഥരെ വിളിച്ച് ചോദിച്ചാലും പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഡെഫിനിഷൻ പറയാൻ പറ്റും, എല്ലാവർക്കും. നിങ്ങൾ ഇപ്പൊ പറഞ്ഞ മനസ്സിലാക്കി തരൂ സുഹൃത്തെ. നിങ്ങളോട് ഞാൻ എന്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സഹായം തേടി, നിങ്ങൾ എന്നെ സഹായിച്ചു. നിങ്ങൾ ചെയ്യുന്ന സഹായം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്നല്ലേ നിങ്ങളുടെ വിശ്വാസം? അല്ലേ? നിങ്ങൾ ഒന്ന് പറയും, ആണോ അതോ നിങ്ങളുടെ സൃഷ്ടിയാണെന്നാ? ഒന്നും മനസ്സിലായില്ല. നിങ്ങൾ എനിക്ക് വല്ല സഹായവും ചെയ്തു, ഞാൻ നിങ്ങളോടൊരു സഹായം ചോദിച്ചു. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന സഹായം അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്നോ നിങ്ങളുടെ സൃഷ്ടിയാണെന്നോ നിങ്ങളുടെ വിശ്വാസം? ഇപ്പൊ നമ്മൾ പരസ്പരം സഹായിക്കുന്ന കാര്യമല്ലോ പറഞ്ഞത്. ആവട്ടെ, പരസ്പരം സഹായിക്കുന്നത് ആരുടെ സൃഷ്ടിയാണ് എന്നാ വിശ്വാസം. ഞാൻ നിങ്ങളെ മനസ്സിലാക്കിയിട്ട് വേറൊരു കാര്യത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, നിങ്ങളെ ഈ ധാരണ തിരുത്താൻ വേണ്ടിയിട്ടാണ് സുഹൃത്തെ. ഞാൻ മനസ്സിലാക്കി തരാം നിങ്ങൾക്ക്. ഉമ്മ സഹായിക്കുന്നത്, വാപ്പ സഹായിക്കുന്നത്, സഹോദരൻ സഹായിക്കുന്നത്, ഈ സഹായങ്ങളൊക്കെയും സ്രഷ്ടാവ് അള്ളാഹുവാണ്. പക്ഷേ സ്രഷ്ടാവ് നൽകുന്ന കഴിവുകൊണ്ട്, സ്രഷ്ടാവ് നൽകുന്ന അനുമതി കൊണ്ട് ഇയാൾ പ്രവൃത്തിയുമായി ബന്ധപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ബദരീങ്ങളെ എന്ന് വിളിക്കുമ്പോൾ അവരിവിടെ സവിധത്തിലും സന്നിധാനത്തിലും ഇല്ല, മറഞ്ഞു നിൽക്കുകയാണെന്നേ ഉള്ളൂ. മറഞ്ഞു നിൽക്കുന്നവരോടാവുമ്പോ സഹായം തേടുന്നത് ശിർക്ക്, തെളിഞ്ഞു നിൽക്കുന്നവരോടാകുമ്പോ ശിർക്കില്ല എന്ന ഒരു വിഭജനം ഇസ്ലാമികമായി എവിടെയും പ്രമാണമില്ലാത്തതാണ്, ഒരു തെളിവിലുമില്ല. ഇത് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടോ? ബോധ്യപ്പെട്ടിട്ടില്ല, അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്തുകൊണ്ട്? ഞാൻ മനസ്സിലാക്കിയതിന് നേരെ ഓപ്പോസിറ്റാണ് നിങ്ങൾ പറയുന്നത്. അതുകൊണ്ട് പക്ഷേ ഞാൻ പ്രമാണങ്ങൾ കൊണ്ടാ പറയുന്നത്. പ്രമാണങ്ങൾ കൊണ്ടാണ് ഞാൻ മനസ്സിലാക്കിയേക്കണേ. എന്നിട്ട് നിങ്ങൾ പറയുന്നാല് ഇപ്പൊ ഇവിടെ നമ്മൾ തമ്മിൽ ഞാൻ ശരിക്കും പണ്ഡിതനൊന്നുമല്ലല്ലോ. എന്നാൽ പിന്നെ എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് അറിയാവുന്ന വല്ല പണ്ഡിതന്മാരെയും കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ മുൻപിൽ നിന്ന് അവരും ഞങ്ങളും തമ്മിൽ സംസാരിച്ചിട്ട് നിങ്ങളുടെ സംശയം തീർക്കാൻ വല്ല വഴിയും ഉണ്ടാക്കാൻ നോക്കാം. അത് നോക്കാം. വേറെ ചോദ്യം. അതും നോക്കിക്കോളൂല്ലേ? ഇതിപ്പോ നിങ്ങൾക്ക് മനസ്സിലാവൂല എന്ന് വെച്ചു അല്ലേ? വേറൊരു ചോദ്യം. ഇത് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് വെച്ചു. ഞങ്ങളെ ഇതുകൊണ്ടല്ല ഈ രീതി. ഇവിടെ സംശയം ചോദിക്കുന്നത് തീർന്നിട്ട് മറ്റൊരു ചോദ്യത്തിൽ കടക്കലാണ് ഈ നേർക്കുനേര പരിപാടിയുടെ രീതി. ഈ രീതി വരെ പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോ പറയുന്നത്. നിങ്ങളും കൂടി സഹകരിക്കണം, എന്നാലേ നടക്കുള്ളൂ. ഭാഷ കൊണ്ട് പറഞ്ഞിരുന്നാൽ പറ്റില്ല. ഭാഷയല്ല, നമ്മൾ പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ ഈ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് യോജിക്കാൻ പറ്റില്ല. യോജിക്കാൻ പറ്റൂല എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ബോധ്യം പഠിക്കാം, കൂടുതൽ പിന്നെ പഠിക്കാം. പഠിച്ചോളി, അങ്ങനെ മനസ്സിലാക്കാം. വേറൊരു ചോദ്യം. മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ കേരളത്തിൽ നിലവിലുള്ള മുഹിദ്ദീൻ മാല, അത് പാടിയാൽ പുണ്യം കിട്ടുന്ന കാര്യമാണോ? മുഹയ്യദ്ദീൻ മാല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയോ? എന്തോ ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞ കാര്യത്തിന് പിന്നെ എന്തോ അറിയാണ്ട് പിന്നെന്ത് ചോദിക്കാനാ നിങ്ങൾ? എന്തോ അറിയാതെ ചോദിക്കാൻ പറ്റുമോ? മുഹയ്യദ്ദീൻ മാല എന്ന് പറഞ്ഞാൽ എന്താണ്? അതെന്താണ് മുഹയ്യദ്ദീൻ മാലന്റെ ഉള്ളടക്കം നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നാ ചോദിക്കണം. നിങ്ങൾ അതും പറഞ്ഞിട്ട് അവസാനം പറയും എനിക്ക് അംഗീകരിക്കാൻ. മുഹയ്യദ്ദീൻ മാല പാടിയ പുണ്യം ഉണ്ടോ ഇല്ല? മുഹയ്യദ്ദീൻ മാല എന്താണെന്ന് അറിയാതെ ആ ചോദ്യം അസ്ഥാനത്താണ്. മുഹയ്യദ്ദീൻ മാല എന്താണെന്ന് അറിഞ്ഞിട്ട് ആ ചോദ്യത്തിന് പ്രസക്തിയുള്ളൂ. അതുകൊണ്ട് തിരിച്ചു തരണം. എന്താ മുഹയ്യദ്ദീൻ മാല? നിങ്ങളത് തിരിച്ചു തരാതെ എങ്ങനെ ചോദ്യം മനസ്സിലാക്കുക സഹോദരൻ? മുഹീദ്ദീൻ ഷെയ്ഖിന്റെ ആ മധു പറയണത്. അതെ, മുഹീദ്ദീൻ ഷെയ്ഖിന്റെ മധു പറഞ്ഞാൽ പുണ്യം കിട്ടും. 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 അപ്പൊ അതിനകത്തൊരു അത് മനസ്സിലായ നിങ്ങൾക്ക്? അത് നിങ്ങൾ ചോദിക്കുന്നത് അറിയാൻ വേണ്ടിയല്ലേ? മുഹീദ്ദീൻ ഷെയ്ഖ് സ്വാലിഹായ ഒരു വലിയാണ്. സ്വാലിഹായ ഒരു വലിയന്റെ മധു പറഞ്ഞാൽ പുണ്യം കിട്ടും. മറു ചോദ്യം. ഇനി മറുചോദ്യം പറയും. 300 വർഷങ്ങൾക്ക് ശേഷം പ്രവാചകൻ പറഞ്ഞ 3 നൂറ്റാണ്ട്, ഉത്തമ നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ നൂറ്റാണ്ട് കഴിഞ്ഞ് ഹിജ്റ 428 ജനിച്ച 420 ജനിച്ച മുഹീദ്ദീൻ ഷെയ്ഖിനെ വിശ്വസിക്കൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഒരു ബാധ്യതയുള്ള കാര്യമല്ല. പിന്നെ അദ്ദേഹത്തിന്റെ മധു പാടിയ പുണ്യം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്ലാമികമായിട്ട് അതിന് തെളിവെന്തെങ്കിലും ഉദ്ധരിക്കാനുണ്ടോ? നിങ്ങൾക്ക് എന്ത് തെളിവ് പറഞ്ഞാലാ ബോധ്യപ്പെടുക? തെളിവ് നിങ്ങൾ ആധികാരികമായിട്ട് പറയണം. എനിക്ക് അല്ല, ഏത് തെളിവ് പറഞ്ഞാലാ നിങ്ങൾക്ക് ബോധ്യപ്പെടുക? നിങ്ങൾ പറഞ്ഞു വരുമ്പോ അവസാനം പറയുന്നത് ഞാൻ പഠിക്കട്ടെ, ബോധ്യപ്പെടുത്തിയെന്നാണ്. നിങ്ങൾക്ക് ഏത് തെളിവാ പറഞ്ഞു തരേണ്ടത്? വെറുതെ ഞാൻ പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ.
എനിക്ക് മനസ്സിലായ കാര്യം എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അതേ സുഹൃത്തെ, നിങ്ങൾ വാശിയിൽ പറഞ്ഞിട്ട് ഫലല്ല, നിങ്ങൾ ഈ പറയുന്നത്. വാശിയിലല്ല, നമ്മളിങ്ങനെ ചോദ്യം ചോദിച്ചുള്ള പരിചയമൊന്നുമില്ല. അല്ല, ചോദ്യം ചോദിക്കാനെ പരിചയപ്പെടുത്തുകയാണ് ഇപ്പോ. ചോദ്യം ചോദിക്കുമ്പോ മഹാത്മാക്കളുടെ പുണ്യം പറയല് പുണ്യമുള്ളതാണ് എന്നതിന് എന്ത് തെളിവാൻ നിങ്ങൾക്ക് തരേണ്ടത് എന്നുള്ളത് നിങ്ങൾ എന്താ പ്രതീക്ഷിക്കുന്നത്? എന്താണ്, എങ്ങനെയാണ് തെളിവെന്ന് ഉദ്ദേശിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. എന്നാ ഞാൻ പറഞ്ഞുതരാം. എന്നാ ഒന്ന് കേൾക്കുന്ന നിനക്ക് നിങ്ങൾ ചോദ്യം മനസ്സിലാക്കുന്ന ആളല്ലേ. ഇത്തരം കർമ്മങ്ങളുടെ പുണ്യമുള്ളതാണോ പുണ്യമുള്ളതല്ലേ എന്ന് ചർച്ച ചെയ്യുന്നത് കർമ്മശാസ്ത്രം എന്ന് പറയുന്ന കിതാബുകളാണ്. കർമ്മശാസ്ത്ര കിതാബുകളിൽ സ്വാലിഹീങ്ങളായ സദ്വൃത്തരായ ആളുകളെ പ്രകീർത്തിക്കുന്നത് പുണ്യമുണ്ട് എന്ന് വിവരിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അങ്ങനെ പുണ്യം ചോദിക്കാം. നമ്മളെ കർമ്മത്തിന്റെ പുണ്യങ്ങൾ വിവരിക്കുന്ന കിതാബും വിഷയവും കർമ്മശാസ്ത്രമാണ്. ഇതൊന്നും പഠിക്കാതെ ഒരുപാട് പ്രസംഗം കേട്ടിട്ട് വന്ന പിഴവാണ് നിങ്ങൾ ഈ ചോദിക്കുന്നതിലെ പിഴവ്. കർമ്മശാസ്ത്രത്തിലെ വിഷയം കർമ്മശാസ്ത്രത്തിലെ തെളിവ് പറയാം, ഭാഷയിലെ വിഷയം ഭാഷാശാസ്ത്രത്തിലെ തെളിവുകൊണ്ടാ പറയാം, ആയത്തിലെ വിഷയം ആയത്തുകൊണ്ടാ തെളിവ് പറയാം, വിശ്വാസശാസ്ത്രത്തിലെ വിഷയം വിശ്വാസശാസ്ത്രം കൊണ്ടാ തെളിവ് പറയാം. ഇവിടെ നിങ്ങൾ ചോദിച്ചത് നല്ല മഹാത്മാക്കളായ ആളുകളിൽപ്പെട്ട മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ മദ്ഹ് പറഞ്ഞാൽ പുണ്യം കിട്ടുമോന്നാ. മദ്ഹ് പറയലെന്നതൊരു കർമ്മമാണ്. ആ കർമ്മത്തിന് പുണ്യം കിട്ടും എന്നത് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. നമുക്കത് ഇസ്ലാമികപരമായിട്ട് അദ്ദേഹത്തെ വിശ്വസിക്കല് നമ്മുടെ ബാധ്യപ്പെട്ട കാര്യമല്ലല്ലോ. എന്ന് വെച്ചാൽ ഇത് മുഹീദ്ദീൻ ഷെയ്ഖ് കാണുന്ന ഒരാൾ ജീവിച്ചിട്ടെന്നല്ല നിങ്ങൾ വിശ്വസിച്ചാൽ കാഫിറാവൂല എന്നല്ലേ പറയുന്നത്. അതേക്കോട്ടെ, ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ വലിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുഹീദ്ദീൻ ഷെയ്ഖ് ജീവിച്ചിട്ടുണ്ട്, അത് ഇന്ന ചരിത്രത്തിലാന്ന് നിങ്ങളും പറഞ്ഞു. ഹിജറ 400 500 എന്നൊക്കെ നിങ്ങൾ പറഞ്ഞില്ലേ. അങ്ങനെ വിശ്വസിച്ച ഒരാൾ വലിയായി ഞങ്ങൾ മനസ്സിലാക്കുന്ന അള്ളാഹുവിന്റെ ഇഷ്ടക്കാരനാണ്, മഹാത്മാവാണ്. മഹാത്മാവിനെ മദ്ഹ് ചെയ്താൽ പുണ്യം കിട്ടുന്നു ഞങ്ങളെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെയുണ്ട്. എല്ലാ പണ്ഡിതന്മാരുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലുണ്ട്. അദ്ദേഹത്തിന്റെ ആ ചരിത്രത്തിൽ പറയണ അള്ളാഹുവിന്റെ സഹായവും മുഹീദ്ദീൻ ഷെയ്ഖിന്റെ സഹായവും ഒന്നാണെന്ന് പറയുന്നുണ്ട്. അത് പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞിട്ടില്ല. ഒരു 20 മിനിറ്റ് എനിക്ക് സമയം തരുവാണെങ്കിൽ ഞാൻ ആ സ്ഥാനോട് ഹാജരാക്കാം. എപ്പോഴും ചോദിച്ചോളി. അത് ആ പറഞ്ഞ അള്ളാഹുവിന്റെ സഹായം എന്റെ സഹായം എന്ത് ആണെന്ന് മുഹീദ്ദീൻ ഷെയ്ഖിന്റെ മാലയുടെ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുണ്ട്. മാലയിൽ പറഞ്ഞിട്ടില്ല. 20 മിനിറ്റ് സമയം എനിക്ക് തന്നാൽ ഞാൻ ഇവിടെ ഇത്രയും ജനങ്ങൾക്ക് മുന്നിൽ ഹാജരാക്കാം. നിങ്ങൾ പറയുന്നത് മുഹയ്യദ്ദീൻ മാല ഇവിടെ തന്നെ വേഗം കിട്ടുന്നതാ ഏടിലെ മുഹയ്യദ്ദീൻ മാലയിൽ അങ്ങനെ ഇല്ല. ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇത്ര ആൾക്കാർ സാക്ഷി എത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞു. ഞാൻ ഉണ്ടെങ്കിൽ കൊണ്ടുവരിക, അപ്പൊ നോക്കാം നമുക്ക്. 20 മിനിറ്റ് പറഞ്ഞത് മാലയിലുണ്ട് എന്നാണ്. ഞാൻ വായിക്കും. ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞത് കേട്ടിട്ട് പറഞ്ഞോ. ഞാൻ പറഞ്ഞത് അള്ളാഹുവിന്റെ സഹായവും മുഹീദ്ദീൻ ഷെയ്ഖിന്റെ സഹായവും ഒന്നാണെന്ന് മാലയില് ഉണ്ടെന്നാ പറഞ്ഞ. അതെ, അത് പറയും. മാല വായിക്കൂ. മാല ഇതന്നെ, ഇത് മാല വായിക്കൂ. ഇത് മാലയാണിത്. അതെ, വായിക്കും. മാലയുടെ വിസ്തീർണാണിത്. മാല വായിക്കൂ. മാല വായിക്കൂ. മാലയിലുണ്ട് ഞങ്ങൾ പറഞ്ഞ മാല വായിക്കൂ. ശരിയായ ഉത്തരവല്ല ഇത്. എന്താ സുഹൃത്തെ ഈ പറയുന്നത്? മാലയിലുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞു. മാല വായിക്കൂ. ഞാൻ പറഞ്ഞ കാര്യം വായിച്ച് കേൾപ്പിക്കാൻ തയ്യാറാണ്. നിങ്ങൾ അംഗീകരിക്കാൻ പറ്റുമോ? നിങ്ങൾ മാല വായിച്ചാൽ വിസ്തീർണം താട്ടെ. നിങ്ങൾ മാല വായിച്ചാൽ അംഗീകരിക്കും സഹോദരൻ. മാല വായിച്ചോളൂ. മൈക്ക് പിടിച്ചോളൂ. മൈക്ക് കൊടുത്തോട്ടെ. മാല വായിക്കേ. മാലയിലില്ല നിങ്ങൾ സമ്മതിച്ചോ? തർക്കിക്കണ്ട, വേണ്ട, ബഹളം ഉണ്ടാക്കണ്ട. അളന്ന മതി. കൊടുക്കും. മൈക്ക് കൊടുക്കും. മൈക്ക് കൊടുക്കും. അദ്ദേഹത്തിന് കൊടുക്കും മൈക്ക്. ഞാനിവിടെ സംസാരിച്ചത് ഇവിടെ നമുക്കിവിടെ ആർക്കും ജയിക്കാനോ തോക്കാനൊന്നുമല്ല. ഞാൻ പഠിച്ചു വെച്ചാണ് കാര്യത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടി ഞാൻ വന്നേക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ ഈ തെളിവെടുത്തു വന്നേക്കണം. അതുകൊണ്ടാ നിങ്ങൾ ഇതിന് നല്ലൊരു വിസ്തീർണം തന്നാണ്ടല്ലോ. നിങ്ങൾ പറഞ്ഞ സത്യമാണെന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ അംഗീകരിക്കും. ഇതിപ്പോ ഇത്തരം ജനങ്ങളും നിങ്ങൾക്ക് ഇഷ്ടവേണ്ടി മാത്രം നിങ്ങൾ അംഗീകരിച്ചാൽ നിങ്ങൾ ഇത്രയും 4 മണിക്കൂറോടെ വിസ്തീർണം നടത്തിയില്ലേ. അതിന് ഒരു ചെറിയൊരു വാക്ക് പറഞ്ഞാൽ അതിന് ഒരു വിസ്തീർണം തന്നെ കുഴപ്പമുണ്ടോ? ഇതിലുള്ള കാര്യം എന്റെ സ്വന്തമായിട്ടുള്ള കാര്യമല്ല. നിങ്ങളത് കഴിഞ്ഞാൽ നിർത്തി. എന്നിട്ട് എനിക്ക് പറയാനാണ്. കഴിഞ്ഞോ? നിങ്ങളത് കഴിഞ്ഞോ? നിങ്ങൾ ഇവിടെ പറഞ്ഞത് മുഹയ്യദ്ദീൻ മാലയിൽ ഇങ്ങനൊരു വരിയുണ്ട് എന്നാണ്. മുഹയ്യദ്ദീൻ മാലയിൽ ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. അതിന് മുഹയ്യദ്ദീൻ മാല കൊണ്ടുവരാൻ ഞാൻ 20 മിനിറ്റ് തന്നാൽ കൊണ്ടുവരാന്നാ പറഞ്ഞ്. മുഹയ്യദ്ദീൻ മാലയിൽ ഉണ്ടെങ്കിൽ അത് വായിക്കുന്ന പറഞ്ഞു. അതിലില്ലാന്ന് ഉറപ്പിച്ചതിന്റെ ശേഷം ബാക്കി നമുക്ക് നോക്കാം. മുഹയ്യദ്ദീൻ കൊടുക്കി. മൈക്ക് കൊടുക്കി. മൈക്ക് കൊടുക്കിയയാൾക്ക് മുഹയ്യദ്ദീൻ മാല വായിച്ചാൽ മതി സാഹിബ്. ഉസ്താദ് അങ്ങനെ പറഞ്ഞ ശരിയല്ല. എന്നറിയോ, ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ പ്രസിദ്ധീകരണം എടുത്തിട്ട് അതിനകത്ത് ഇന്നത് മാത്രം വായിക്കണം എന്ന് പറയുന്ന അർത്ഥമല്ല. പ്രസിദ്ധീകരണമല്ല സുഹൃത്തെ നിങ്ങൾ പറഞ്ഞത്. മുഹയ്യദ്ദീൻ മാല എന്ന് പറയുന്നത് കോഴിക്കോട്ടെ മുഹമ്മദ് ഖാലി ഉണ്ടാക്കിയ മാലയാണ്. പേരും തുതിയും സ്വലാവാത്തും അതിനാൽ തുടങ്ങുന്നൻ അങ്ങനെ പാടാൻ പറ്റുന്ന വരി ഒറ്റ ഒന്നുണ്ടെങ്കിൽ വായിക്കും സുഹൃത്തെ. അത് ഒറ്റ വരി വായിക്കും. ഒന്നിലും മൗലി ഇത് തെറ്റാന്ന് പറയണം. എന്താ സുഹൃത്തെ പറയുന്നത്? അല്ല, ഒന്നിലും എഴുതിയ ആള് എഴുതി വെച്ചാണ് തെറ്റാന്ന് പറയാം. ഏതാ നിങ്ങൾ എഴുതിയത്? മാല വായിച്ചിട്ടില്ലല്ലോ. വായിച്ചിട്ടല്ലേ ബാക്കി പറയാം. വായിക്കും. മാല വായിക്കും. അയാൾക്കെന്നോട് അയാൾക്കാണ് വാദം. അയാൾക്ക് കൊടുക്കും. മാല വായിക്കും.
അതിശേഷം നിങ്ങൾ ചോദിച്ചോളൂ സഹോദര, മാലന്റെ വ്യാഖ്യാനം നിങ്ങൾക്ക് വേറെ ചോദിക്കാം. അത് ഓരോരുത്തർ എഴുതുന്ന വ്യാഖ്യാനല്ലേ. മാല പറയൂ ആദ്യം. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ യോഗം പിരിച്ചുവിടുകയാണ്. വളരെ അനുഗ്രഹീതമായ ഒരു സദസ്സ് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇവിടെ ഒരുമിച്ചു കൂടുകയും ഒരു സഹോദരൻ മാലയുടെ പേരിൽ വ്യാജമായ ഒരാരോപണം ഉന്നയിക്കുകയും അത് തെളിയിക്കാൻ മുജാഹിദ് പക്ഷത്തെ പ്രതിനിധി എന്ന നിലയ്ക്ക് അവർക്ക് സാധിക്കാതെ വരികയും ചെയ്ത നഗ്നമായ യാഥാർത്ഥ്യം ഈ സദസ്സിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്.